പക്വതയൊക്കെ ഉണ്ട്. 17 വയസ്സുള്ളൊരു കുട്ടിയൊന്നും അല്ല ഞാൻ, ഇല്ലേ? എന്തെങ്കിലും പറഞ്ഞാല് അത് എനിക്ക് നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ അതിനെ അനുകൂലിക്കുള്ളൂ, ഇല്ലേ? ചിലപ്പോഴൊക്കെ മനസ്സിന് വിഷമം ഉണ്ടായിട്ടുണ്ട്. ബാധിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മൾ മനസ്സിലൊരു വിഷമം ഉണ്ടാവും. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരാള് വിളിച്ച് ആരോ എന്തോ പറഞ്ഞു എന്നുള്ള കാര്യത്തില് നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും. നമ്മൾ ചെയ്താണ് നമുക്ക് വിഷമിക്കേണ്ട ഒട്ടും ആവശ്യമില്ല. ഈ നമ്മൾ ചെയ്യാത്ത കാര്യം വേറൊരാൾ പറഞ്ഞിട്ട് നമ്മളെ മറ്റൊരാൾക്കാർ ക്രൂശിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും. അത് അവർക്ക് സ്വയം ലൈഫിൽ അനുഭവിച്ചാലേ അവർക്കത് മനസ്സിലാവുള്ളൂ, അല്ലേ? അതുകൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, പ്രേക്ഷകർക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ എപ്പോഴും എന്താണ് സത്യം എന്നുള്ളത്. അപ്പൊ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കുറേ നാളായിട്ട് ഈ കേസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് പേരുണ്ടെങ്കിൽ ഈ കേസ് വന്ന സമയത്ത് അറിയുന്ന ഒരു കാര്യമായിരുന്നു ആ സെറ്റിലുള്ള അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരാളാണ് ഇത് കണക്ക് പരാതി കൊടുത്തതെന്നുള്ളൊരു കാര്യം. ആ സമയത്ത് എല്ലാവരും പറഞ്ഞൊരു പേരാണ് നിഷയുടെ പേര്. അതിനുശേഷം നിഷയാണ് ഇത് കണക്ക് കേസ് കൊടുത്തതെന്നും പറഞ്ഞ് ഒരുപാട് പേരുണ്ട് ഈ രംഗത്ത് വന്ന് പല കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ഇപ്പം നിഷയുണ്ടെങ്കിൽ ഇതിനകത്ത് പറയുന്നത്. ഒരുപാട് പേരുണ്ടെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പല കണക്കിനാണ് അത് പറയുന്നത്. ആൾക്കാർക്ക് അറിയില്ല എന്തുവാണുള്ളത് സത്യമെന്ന്, അവിടെ ഉള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് ചുമ്മാ ഒന്നും ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് പേര് തൻ്റെ വീട്ടിൽ വിളിച്ചു, അല്ലെങ്കിൽ ആൾക്കാർ തൻ്റെ വീട്ടിൽ വിളിച്ചില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതൊന്നും താനുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ തനിക്കുണ്ടെങ്കിൽ വിഷമമാവാറുണ്ടെന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഉള്ളൊരു കേസ് വരുമ്പോഴത്തേക്ക് പലരും ഉണ്ടെങ്കിൽ പല രീതിയിലായിരിക്കും എടുക്കുന്നത്. ഒരുപാട് പേര് തീർച്ചയായിട്ടും വിചാരിച്ചിരുന്നത് നിഷ സാരംഗ് തന്നെയാണ് കേസ് കൊടുത്തതെന്നുള്ളത്. പക്ഷേ ആണോ അല്ലയോ എന്ന് നമുക്ക് ഇതുവരെ ഒരിക്കലും തെളിഞ്ഞിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും വെളിയിൽ വന്നില്ല. അത് രണ്ട് കൂട്ടരുടെ സൈഡിൽ നിന്നും ആരാന്നുള്ളത് ഇതുവരെ വന്നിട്ടേ ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കുണ്ടെങ്കിൽ ഊഹിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. ചിലപ്പോൾ എവരാകുക അല്ലെങ്കിൽ അവരാണെന്നുള്ളൊരു കാര്യം. അതേ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ എവരായിരിക്കും എന്ന് പറഞ്ഞ് ഇവരുടെ ഒരുപാട് പേര് ഇതേ കണക്ക് വന്ന് ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇതേ കണക്കാണ് അതേ കണക്കാന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്. അതേ സമയത്തുണ്ടെങ്കിൽ ശ്രീകുമാറും ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ വേറൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആരെയും പേടിയില്ല, അവർ മനഃപൂർവ്വം ഇതേ കണക്ക് ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നിഷ സാരംഗ് തന്നെ ആയിരിക്കുന്നു. പക്ഷേ അതിന് ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. എന്തായാലും ഒഫീഷ്യലായിട്ട് ആരെങ്കിലും അറിയിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. അതല്ലാതെ ബാക്കിയുള്ളവർ ഇതേ കണക്കാണ് അതേ കണക്കാണെന്ന് നമുക്ക് വെറും ചുമ്മാ പറയാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.